ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ആകാരമുള്ള ചിത്രമുണ്ട്, അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും, നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും. ചതയ നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പ്രശസ്തി ഉണ്ടാകുന്നൊരു സമയമാണ്. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അനുകൂല കാലമാണ്. അതായത് വിദേശ ജോലിക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അനുകൂല കാലമാണ്. കലാകാരന്മാർക്ക് നല്ലതുമാണ്. മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതൊരു അംഗീകാരത്തിലാണെങ്കിലും അതായത് നന്നായിട്ടുള്ള മികച്ച സ്ഥാപനത്തിൽ നിന്ന് മേന്മയുള്ള ഓഫർ, നല്ല ഓഫർ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വാടക ഗൃഹത്തിൽ നിന്നും മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ക്യാമ്പസ് ഇൻ്റർവ്യൂ അത് നേരിടുന്നവരാണെങ്കിൽ മികച്ച ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. മികച്ച ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തു തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ന്യായമായി പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഏജൻസി ഇടപാടുകളിൽ ധനവരവുണ്ടാകും. ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ധനവരവ് ഉണ്ടാകും. ഗൃഹം മോടി പിടിപ്പിക്കും. താമസിക്കുന്ന വീട് മോടി പിടിപ്പിക്കും. സന്താന ഗുണം ഉണ്ടാകും. കുട്ടികളില്ലാത്തവരൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് നല്ലൊരു സമയമാണിത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നൊരു സമയമാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ വിചാരിച്ച വസ്തുക്കൾ നമുക്ക് തിരികെ ലഭിക്കും. പഴയ വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് പഴയ വാഹനം മാറ്റിയിട്ട് പുതിയത് വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ചും കൂടി നിങ്ങളുടെ ഗുണവർദ്ധനവിന് വേണ്ടിയിട്ട് നാഗരാജ ക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് വഴിപാടുകൾ കഴിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ സർപ്പദൈവങ്ങളെപ്പോഴും നമ്മൾ വന്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഐശ്വര്യത്തിനൊക്കെ അവരുടെ ഒരു ഇത് കൂടിയേ തീരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു കാര്യങ്ങൾക്ക്, നല്ല ഗുണത്തിന് വേണ്ടിയിട്ട് നാഗരാജ ക്ഷേത്രത്തിൽ പോയിട്ട് നാഗരാജാവിന് പട്ടും മഞ്ഞളോ നൂറും പാലോ ഒക്കെ ഒന്ന് കഴിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.